ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. ഇന്നത്തെ നമ്മുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കേട്ടറിയാം. വലിയ പ്രതീക്ഷയോടെയാണ് ശിവൻ ഒരു കട തുടങ്ങാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ ബാലൻ പറഞ്ഞതും ചെയ്തതും എല്ലാം അപകശകുനമായിട്ടാണ്. അറിഞ്ഞപ്പോൾ ആദ്യം അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി പ്രാർത്ഥിച്ച് ഇത് മുടങ്ങിപ്പോകണേ എന്നാണ്. നശിച്ചു പോകും എന്ന് പല തവണ ദേവിയോട് പറയുകയും ചെയ്തു. അവസാനം അത് തന്നെ സംഭവിച്ചു. ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ശിവൻ്റെ കട പൂട്ടി സീൽ വെച്ചു. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി പോകണം എന്ന് ബാലൻ പറഞ്ഞത് ശിവൻ പാലിച്ചു. പിന്നാലെ കണ്ണനും ആ തീരുമാനം എടുത്തു. ചെന്നൈയിൽ പോയി പഠിക്കണം എന്ന്. താൻ നാട് വിടുകയാണ് എന്ന് കണ്ണൻ പറഞ്ഞപ്പോൾ ശിവനും അഞ്ചും അപ്പവും അരിയും ഒന്നും വിശ്വസിച്ചില്ല. അപ്പോഴാണ് അവന് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ബാലൻ്റെ വരവ്. അത് കണ്ട് നെട്ടിത്തിരിച്ച് നിൽക്കുന്ന 4 പേരെയും കാണിച്ചാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അവസാനിച്ചത്. ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് AC ബസ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണൻ്റെ കൂടെ ഹരിയും പോകണം. 2 പേർക്കും ചേർന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴാണ് കണ്ണൻ എങ്ങോട്ട് പോകുകയാണ് എന്ന് ഹരിയും ചോദിച്ചത്. ചെന്നൈയിൽ ഒരു കോഴ്സ് ശരിയായിട്ടുണ്ട് എന്നും കണ്ണൻ അങ്ങോട്ട് പോവുകയാണ് എന്നും ബാലൻ പറഞ്ഞു. അവൻ്റെ തീരുമാനം അതാണെങ്കിൽ നടക്കട്ടെ എന്ന് ഞാനും കരുതി എന്ന് പറഞ്ഞ് ബാലൻ അകത്തേക്ക് പോയി. നീ പോകേണ്ട കണ്ട എന്ന് 4 പേരും പറഞ്ഞു. പക്ഷെ കണ്ണൻ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോകാനുള്ളത്. ഇനിയും പാക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. റൂമിൽ പോയി കണ്ണനോട് കരഞ്ഞുപോയി. അവൻ കണ്ണി തുടക്കുമ്പോഴാണ് ശിവനും ഹരിയും അങ്ങോട്ട് വരുന്നത്. നീ പോകേണ്ട കണ്ണാ, പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് 2 പെൺ പറഞ്ഞു. ശിവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഹരിയുടെ ശബ്ദമിതറി. പുറത്ത് അഞ്ചും അപ്പവും നിൽപ്പുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോകുന്നത് എന്നൊക്കെ അപ്പവും അഞ്ചും ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല എന്ന് കണ്ണൻ മറുപടി പറഞ്ഞു. അടുക്കളയിൽ ദേവൻ കരച്ചിൽ പിഴിച്ചും തന്നെയാണ്. ബാലൻ അടുത്തിരിപ്പുണ്ട്. കണ്ണനെ എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ബാലൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണനും അങ്ങോട്ടോ എത്തി. പോകണം എന്ന് തന്നെയാണ് കണ്ണൻ പറയുന്നത്. ഹാളിൽ ശിവനും ഹരിയും അഞ്ചും അപ്പവും എല്ലാം ഉണ്ട്. വിവരം അറിഞ്ഞ നെട്ടലിലാണ് ലക്ഷ്മി അമ്മ. ബാലൻ അങ്ങോട്ട് വന്നപ്പോൾ എന്തിനാണ് അവനെ പറഞ്ഞു വിടുന്നത് എന്ന് അമ്മ ചോദിച്ചു. ഇവിടെ നിന്നാൽ പൊട്ടക്കിണത്തിലെ തവളയെപ്പോലെയായി പോകും. പുറത്തു പോയി ജീവിതം പഠിക്കട്ടെ എന്നായി ബാലൻ്റെ മറുപടി. ഇടയ്ക്ക് അഞ്ജുവിനെയും ശിവനെയും വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാനും ബാലൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കണക്കിന് ഇത് തന്നെയാണ് നല്ലത്. ഇവിടെയുള്ളവരുടെ വാക്ക് കേട്ട് സ്വയം വെറുക്കണ്ടല്ലോ എന്ന് ലക്ഷ്മി അമ്മയും പറഞ്ഞു. അങ്ങോട്ട് വന്ന കണ്ണനെ അടുത്തിരുത്തി അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം ശിവൻ കടയിലേക്ക് പോയി സാധനങ്ങളെല്ലാം ശരിയാക്കി വീട്ടിൽ പോയി കുളിച്ചെത്തുമ്പോഴേക്കും കടയിൽ ചെറിയ രീതിയിൽ ആളുകൾ വന്നു തുടങ്ങുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു കാറ് വന്ന് മുന്നിൽ നിർത്തിയത്. അതിൽ നിന്ന് കുറേ ഉദ്യോഗസ്ഥർ ഇറങ്ങി. കടയ്ക്ക് ലൈസൻസ് കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു വരവ്. അപേക്ഷിച്ചിട്ടുണ്ട്, 2 ദിവസം കൊണ്ട് കിട്ടും എന്ന് ശിവൻ പറഞ്ഞു. ജ്വൽസിൻ കുറിച്ചു തന്ന സമയത്ത് കട തുറക്കേണ്ടതുകൊണ്ടാണ് നേരത്തെ തുറന്നതെന്നും പറഞ്ഞു. പക്ഷേ ഉദ്യോഗസ്ഥർ കട്ടക്കലിപ്പിലാണ്. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ച് കട പൂട്ടി സീൽ വെക്കാൻ ആവശ്യപ്പെട്ടു. ശിവനും സുലൈമാനും എത്ര അപേക്ഷിച്ചിട്ടും അവർ അത് ചെയ്തു. നിസ്സഹായനായ ശിവൻ തളർന്നിരിക്കുന്നത് വരെയാണ് ഇന്നത്തെ നമ്മുടെ സാന്ത്വനം എപ്പിസോഡ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, ബൈ.